തൊടുപുഴയിൽ ഔദ്യോഗിക വാഹനത്തിൽ എസ്ഐയെയും ഡ്രൈവറെയും മദ്യപിച്ചെത്തിയ സംഭവത്തിൽ എസ്ഐയെ സംരക്ഷിക്കാൻ പോലീസ് നീക്കം. മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി അഖിൽ TS കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മദ്യപിച്ച് എത്തുകയും അതുപോലെ തന്നെ നാട്ടുകാർ പിടിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു എസ്ഐയെ. ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് തന്നെ കേസെടുത്തിരിക്കുകയാണ്. പോലീസ് തന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? ശരണ്യ, തീർച്ചയായും SIയെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കവുമായിട്ടാണ് നിലവിൽ തൊടുപുഴ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, കേരള പോലീസിന്റെ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മിനിങ്ങാന്നാണ് ഈ സംഭവം നടക്കുന്നത്. ലോകകപ്പ് ഫൈനലുമായി ബന്ധപ്പെട്ട് ഇവിടെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ, മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ വലിയ രീതിയിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആ പ്രദർശനം കാണുവാനായി എത്തിയത്. അവിടേക്കാണ് ഈ SI ആയിട്ടുള്ള കരിമണ്ണൂർ SI ആയിട്ടുള്ള റോയ് സുകുമാരനും ഡ്രൈവറായിട്ടുള്ള CPOയും മദ്യപിച്ചെത്തുന്നത്. അവിടെ വെച്ച് സംശയം തോന്നിയ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുന്ന ഘട്ടമുണ്ടായി. അതിനുശേഷം തൊടുപുഴ CIയുടെ നേതൃത്വത്തിൽ എത്തിയാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇതിന് നേതൃത്വം നൽകിയത് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നേതൃത്വം നൽകിയത് തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ലിനു ജോസിൻ്റെയും തൊടുപുഴ നഗരസഭ കൗൺസിലർമാരുടെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ DYFI ജില്ലാ ട്രഷററായിട്ടുള്ള ശരത് അടക്കമുള്ള ആളുകളാണ് ഇതിന് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ. ആളുകൾ വലിയ രീതിയിൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആരോപണം ഉന്നയിക്കുകയും ആ ഘട്ടത്തിൽ പോലീസിനെ തടഞ്ഞു നിർത്തി CI അടക്കമുള്ള ആളുകൾ മങ്ങാട്ടുകോലയിൽ എത്തിയതിനു ശേഷം മാത്രമേ SIയെ വിടുകയുള്ളൂ എന്നുള്ള കൃത്യമായ നിലപാടെടുത്തു. ആ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഈ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ലിനു ജോസ് അടക്കമുള്ള ആളുകൾക്കെതിരെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് കൃത്യവിലോപം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് പ്രകാരം നിലവിൽ ഇപ്പോൾ തൊടുപുഴ CIയുടെ നേതൃത്വത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട്, അതായത് ഈ പോലീസുകാർ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി എത്തിയ കരിമണ്ണൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പോലീസ് വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത് ഒരു മദ്യക്കുപ്പിയും മിച്ചറിന്റെ പാക്കറ്റുകളും നിരോധിത ലഹരി പദാർത്ഥങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ടും അതിനെ കണ്ടെത്താനായി നാട്ടുകാർ സംശയം ഉന്നയിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തുകൊണ്ട് കേസിനെ വഴിതിരിച്ചു വിടാനാണ് നിലവിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത്. അത്തരത്തിൽ കേസിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് നാട്ടുകാരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് പോലീസിനെ SI അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ടാണ് നിലവിൽ ആഭ്യന്തര വകുപ്പും തൊടുപുഴ CI അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് നമ്മൾ കൃത്യമായ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, പോലീസ് ജീപ്പിനകത്ത് എങ്ങനെ അത്തരത്തിലൊരു മദ്യക്കുപ്പി വന്നു എന്ന ചോദ്യത്തിന് ഇവർക്ക് ഇന്നും ഉത്തരമില്ല. കൂടാതെ തന്നെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പോലീസ് ജീപ്പിനുള്ളിൽ വന്നത് എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്തുകൊണ്ട് കേസിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് SIയെയും CPOയെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുമായി തൊടുപുഴ CI അടക്കമുള്ള പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഔദ്യോഗിക വാഹനത്തിൽ ഇന്നലെ SIയെയും ഡ്രൈവറെയും മദ്യപിച്ചെത്തിയ സംഭവത്തിൽ SIയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ഉണ്ടാകുന്നത്. കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് അഖിൽ TS നൽകിയത്.